എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നാടെങ്ങും ദീപാവലിയുടെ ആഘോഷം മുഴങ്ങുമ്പോൾ ഭൂമിയാകട്ടെ വീട്ടിൽ തനിച്ചാണ്. അങ്ങനെയിരിക്കെ മുമ്പ് അച്ഛനുമൊത്തുള്ള ദീപാവലി ഓർമ്മകളാണ് ഭൂമിയുടെ മനസ്സിൽ മുഴുവൻ. അതോർത്ത് ഭൂമി വിങ്ങി കരയുന്നു. എന്നാൽ സൗഭാഗ്യപുരത്താകട്ടെ അവരെല്ലാം ചേർന്ന് ദീപാവലി ആഘോഷിക്കാനായി കാത്തിരിക്കുകയാണ്. കൂട്ടത്തിൽ ഭവാനിയെ മാത്രം കാണാത്തതുകൊണ്ട് മുത്തശ്ശി അഞ്ജനയോടെ ചോദിക്കുന്നുണ്ട്. മറുപടി അഞ്ജന അമ്മ ഇപ്പം വരുമെന്ന് മുത്തശ്ശിയോട് അറിയിക്കുന്നു. അങ്ങനെ ഭവാനി കൂടി വന്ന ശേഷം എല്ലാവരും ചേർന്ന് വീടിന് മുന്നിലുള്ള വിളക്ക് കൊളുത്തുന്നു. എല്ലാവരുടെ ഊഴം കഴിഞ്ഞിട്ട് ഭവാനിക്ക് നേരെ തിരിയെത്തിയപ്പോൾ ഭവാനി ആദ്യമൊന്ന് മടിക്കുന്നു. അതിനുശേഷം മുത്തശ്ശി പറഞ്ഞ പ്രകാരം ആ തിരി മേടിച്ച് വിളക്ക് കത്തിക്കുന്നു. അതിനുശേഷമാകട്ടെ വീട്ടിലുള്ളവരെല്ലാം ചേർന്ന് വാങ്ങിയ പടക്കങ്ങളെല്ലാം ഓരോന്നേ കത്തിക്കുന്നു. സത്യദാസ് മാറി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്ന അഞ്ജനയാകട്ടെ സത്യദാസിനെയും കൂടെ കൂട്ടുന്നു. അഞ്ജന സത്യദാസിനോടെ പറയുന്നുണ്ട്, വെല്ലിച്ചൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. ഇപ്പം ഞാനല്ലേ വെല്ലിച്ചൻ്റെ മോള്, ഇങ്ങനെ മാറി നിൽക്കാതെ ഞങ്ങളുടെ കൂടെ വന്ന് ഇതിലൊക്കെ കൂടാനായിട്ട് അഞ്ജന വിളിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഭൂമി ഓരോ ജോലി ചെയ്ത് തീർക്കുകയാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ലക്ഷ്മി ചേച്ചി ആകട്ടെ ഭൂമിയോട് പറയുന്നുണ്ട്, അയ്യോ മോൾ ഇത്ര രാവിലെ എഴുന്നേറ്റ് ഇതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ. ഞാൻ വന്നിട്ട് ഇതൊക്കെ ചെയ്യത്തില്ലായിരുന്നോ? അതൊന്നും സാരില്ല ചേച്ചി, മുമ്പേ അച്ഛനുള്ളപ്പോൾ തൊട്ടുള്ള ശീലമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ എന്നാണ് ഭൂമി പറയുന്നത്. ചേച്ചിയെങ്കിൽ അകത്തേക്ക് ചെന്ന് അകത്തെ കാര്യങ്ങളൊക്കെ നോക്കോളാൻ പറഞ്ഞ് ഭൂമി ലക്ഷ്മി ചേച്ചിയെ വീട്ടിനകത്തേക്ക് വിടുന്നു. അതിനുശേഷം ഭൂമി ബാക്കിയുള്ള മുറ്റവും കൂടി അടിച്ച് വൃത്തിയാക്കുകയാണ്. അങ്ങനെ ഭൂമി അച്യുതൻ കൊല്ലപ്പെട്ട അതേ മുറിയുടെ പുറത്തെത്തുമ്പോൾ അതാ തറയിൽ അച്യുതൻ്റെ ഫോൺ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. മണ്ണിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഫോൺ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ടായിരുന്നില്ല. ഫോൺ കണ്ടപാടെ ഭൂമി ചില പഴയ ഓർമ്മകളിലേക്കാണ് പോകുന്നത്. പണ്ടൊരിക്കൽ അച്യുതന് തന്നെ ഭൂമി ഈ ഫോൺ മേടിച്ച് സമ്മാനമായി നൽകിയത്. അന്ന് അച്യുതനാകട്ടെ ഇതൊന്നും ഉപയോഗിക്കാൻ അറിയില്ലെന്ന് ഭൂമിയോട് പറഞ്ഞപ്പോൾ അതൊക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂമിയാകട്ടെ തൻ്റെ അച്ഛൻ്റെ ഫോൺ കിട്ടിയ സന്തോഷത്തിലാണ്. അകത്തേക്ക് ചെന്ന് ലക്ഷ്മി ചേച്ചിയോട് വിവരം പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒരുപാട് ഓർമ്മകളടങ്ങിയ ഫോണായത്. ഇത് നഷ്ടപ്പെട്ടു പോയോന്നായിരുന്നു എൻ്റെ പേടി. എന്തൊക്കെയായാലും ചേച്ചി കടയിലേക്ക് പോകുമ്പോൾ ഞാനും കൂടെ വരുന്നുണ്ടെന്ന് ഭൂമി ലക്ഷ്മി ചേച്ചിയോടെ പറയുന്നുണ്ട്. ഈ ഫോണൊന്ന് റിപ്പയർ ചെയ്യാനും കൊടുക്കാമല്ലോ. മാത്രമല്ല ജയിലിൽ എൻ്റെ അമ്മ ഒറ്റയ്ക്ക് അവിടെ കഴിയല്ലേ, എനിക്ക് എൻ്റെ അമ്മയും കാണണമെന്നാണ് ഭൂമി പറയുന്നത്. ഈ സമയം തന്നെ സൗഭാഗ്യപുരത്താകട്ടെ അഞ്ജന സംഗീതയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. സംഗീതയാകട്ടെ അടുക്കളയിൽ ജോലിയിലും. അഞ്ജനയെ കണ്ടപാടെ സംഗീത ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പതിവില്ലാതെ രാവിലെ തന്നെ? ആദ്യമൊന്നുമില്ലെന്ന് തന്നെയാണ് അഞ്ജന പറയുന്നത്. അതൊന്നുമല്ല, എന്തോ പറയാൻ വേണ്ടി തന്നെയാണ് നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, എന്താണെന്നാണ് സംഗീത ചോദിക്കുന്നത്. അങ്ങനെ അഞ്ജന അവരോടെ പറയുന്നു, നിങ്ങളെല്ലാവരും കൂടി തന്നെ തീരുമാനിച്ച വിവാഹമല്ലേ എൻ്റെ അജയുടേതും. പക്ഷെ അജയ്ക്ക് ഇതിലൊന്നും ഒട്ടും താല്പര്യമില്ല. എന്നോട് തീരെ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. എപ്പോഴും ദേഷ്യവും. ഇത് കേൾക്കുന്ന സംഗീത, അങ്ങനൊന്നും ഇല്ല മോളെ. പോരാത്തതിന് അവൻ്റെ ജോലിയുടെ തിരക്കും മോക്കറിയാവുന്നതല്ലേ. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അജയ്ക്ക് എന്നോട് ഒരിഷ്ടവും ഇല്ല. ഇനി ആൻറ്റിക്ക് എന്തെങ്കിലും വഴി അറിയുമെന്നാണ് സംഗീതയുടെ അഞ്ജന ചോദിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വഴിയാ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ മനസ്സിലായില്ലേ എന്നാ സംഗീത ചോദിക്കുന്നത്. മാധവേട്ടിന് വേണ്ടിയുള്ള ഭക്ഷണമാണ് ഇപ്പം ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ എത്ര ജോലിക്കാരുണ്ടെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന അവിയല മാധവേട്ടിന് ഏറ്റവും ഇഷ്ടം. ഇതേപോലെ അജയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നീ ഉണ്ടാക്കി കൊടുത്താൽ അവൻ്റെ മനസ്സിൽ കയറി പറ്റാമെന്നാണ് സംഗീത അറിയിക്കുന്നത്. ഇല്ലെങ്കിൽ അപ്പച്ചി എത്രയും പെട്ടെന്ന് അങ്കിളിനുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് ഈ കിച്ചൺ എനിക്ക് മാത്രമായിട്ട് ഒന്ന് ഒഴിഞ്ഞു തരാനായിട്ട് അഞ്ജന ആവശ്യപ്പെടുന്നു. ഇതേസമയം ഭൂമി ഒരുങ്ങി റെഡിയായ ശേഷം കടയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അച്ഛൻ്റെ ഫോട്ടോയുടെ മുമ്പിലെത്തിയ ശേഷം ഭൂമി സങ്കടം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് കാണുന്ന ലക്ഷ്മി ചേച്ചി കാര്യം തിരക്കുന്നുണ്ട്. വേറൊന്നുമല്ല ചേച്ചി, അച്ഛൻ ഓർക്കത്തില്ലേ, അച്ഛൻ പോയിട്ട് ഇത്ര നാളിനുള്ളിൽ തന്നെ ഞാൻ വീണ്ടും കടയിലേക്ക് പോകുന്നു. അച്ഛൻ ഓർക്കത്തില്ലേ, അച്ഛൻ നഷ്ടപ്പെട്ടതിൽ എനിക്ക് അത്രമാത്രമേ വിഷമമുള്ളൂ എന്ന്. എന്നാൽ ഇതേ കേൾക്കുന്ന ലക്ഷ്മി ചേച്ചി, അങ്ങനൊന്നും ഇല്ല മോളെ. മോളെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അച്ഛനല്ലേ. മോളുടെ അച്ഛന് മോളെ മനസ്സിലാവും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.